ശബരിമല സ്വർണ്ണ തട്ടിപ്പ് കേസില് 28-ാം തീയതി ചൊവ്വാഴ്ച മുരാരി ബാബുവിനെ പോലീസ് കസ്റ്റഡിയിൽ കൊടുക്കും. പോലീസ് കസ്റ്റഡിയിൽ ഏറ്റവും കുറഞ്ഞത് 12 ദിവസമെങ്കിലും കൊടുത്തേക്കും. ചിലപ്പോൾ 14 ദിവസം കൊടുത്തേക്കാൻ സാധ്യതയുണ്ട്. കസ്റ്റഡി കിട്ടിയാൽ മുരാരി ബാബുവിനെയും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒന്നിച്ചിരുത്തി ഒരു ദിവസം ചോദ്യം ചെയ്യും. 30-ാം തീയതി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ വാസുവിനെയും അതോടൊപ്പം തന്നെ പത്മകുമാറിനെയും SIT ചോദ്യം ചെയ്യും. അത് അവരെ അറസ്റ്റിലേക്ക് നയിക്കാനാണ് സാധ്യത. കാരണം ഇതുവരെ വരുന്ന തെളിവനുസരിച്ച് 120B ഗൂഢാലോചനയുണ്ട്. മുരാരി ബാബുവിൻ്റെ പ്രാഥമികമായ ചോദ്യം ചെയ്തലിൽ താന് മാത്രമല്ല ഈ ദ്വാരപാലക ശില്പവും കട്ടിലയും വെളിയിൽ കൊണ്ടുപോകാൻ അനുമതി കൊടുത്തത്. അത് തൻ്റെ മേലധികാരികളിൽ നിന്ന് ചോദിച്ച് അനുവാദം വാങ്ങിച്ച ശേഷമാണ്. ഇതിനകത്ത് ജൂലൈ ഈ കേസിൽ ആദ്യം അവിടുത്തെ ദ്വാരപാലക ശില്പം കൊണ്ടുപോയപ്പോൾ ദേവസ്വം കമ്മീഷണറായിരുന്ന വാസു പ്രസിഡന്റായിരുന്നു എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ അനുവാദം വാങ്ങിച്ചിട്ടുണ്ടാവും. രണ്ടാമത് കട്ടിലപ്പടിയിലെ സ്വർണം ആ കട്ടിലപ്പടി വെളിയിൽ കൊണ്ടുപോയപ്പോൾ മുൻ പ്രസിഡന്റ് പത്മകുമാറാണ് ആ സമയത്തുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ അനുവാദം വാങ്ങിച്ചാണ് ഇത് കൊണ്ടുപോയത്. ദേവസ്വം പ്രസിഡന്റായിരുന്ന 2 പേരുടെയും അനുവാദത്തോടു കൂടി തന്നെയാണ് 2019 മെയ് മാസത്തിലും 2019 ഓഗസ്റ്റ് മാസത്തിലും ഈ 2 സാധനങ്ങളും വെളിയിലേക്ക് പോയത്. അതുകൊണ്ട് അവരെ അടിയന്തരമായിട്ട് ചോദ്യം ചെയ്യും. അവരെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് കുറച്ചുകൂടെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ മുരാരി ബാബുവും വിധേയമാവും. മുരാരി ബാബുവിൻ്റെ ആദ്യത്തെ അറസ്റ്റോടുകൂടി ചില കാര്യങ്ങൾ പുറത്തേക്ക് വന്നു. തനിക്ക് മാത്രം ഇത് ചെയ്യാൻ കഴിയില്ല. മകസർ എഴുതിയത് ഞാനാണ്. 2 സാക്ഷികളും അതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആളാണ്. ആരാണ് ആ സാക്ഷികൾ? അവരെയും അടുത്ത ദിവസം ചോദ്യം ചെയ്യേണ്ടി വരും. അടുത്ത ഊഴം ഈ 2 പ്രസിഡന്റുമാരെ ചോദ്യം ചെയ്യലാണ്. അതുകൊണ്ട് SIT ബുധനാഴ്ച 2 പേരെയും സമൻ ചെയ്ത് ചോദ്യം ചെയ്യും. അതിനു മുമ്പ് ഈ 2 പേരെയും കസ്റ്റഡിയിൽ വേണം. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി 30-ാം തീയതി വരെ കസ്റ്റഡിയിലുണ്ട്. അതോടൊപ്പം തന്നെ കസ്റ്റഡിയിലേക്ക് 28-ാം തീയതി മിക്കവാറും അല്ലെ 29-ാം തീയതി മുരാരി ബാബു കസ്റ്റഡിയിൽ വരും. ഇവർ 2 പേരുടെ സാന്നിധ്യത്തിൽ ദേവസ്വം ബോർഡിലെ മുൻ പ്രസിഡന്റുമാർ 2 പേരെ ചോദ്യം ചെയ്യുന്നതാണ് അഭികാമ്യം എന്നെനിക്കറിയാം. അതുകൊണ്ട് ആ സമയത്ത് അവരെ 2 പേരെയും വിളിക്കും, അല്ലെങ്കിൽ സമൻ ചെയ്യും. പ്രാഥമികമായി ചോദ്യം ചെയ്തിട്ട് വിടാം, വെരിഫൈ ചെയ്തിട്ട് വീണ്ടും അറസ്റ്റിലേക്ക് പോകാം. എങ്കിലും 30-ാം തീയതിക്കകം 2 പേരുടെയും അറസ്റ്റിലേക്ക് നീങ്ങും എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. കാരണം അവരെന്ത് ഡിഫൻസ് പറഞ്ഞാലും ശരി, സ്വർണം അടിച്ചെടുത്ത് പോയത് അത് ദാരുശില്പത്തിൽ നിന്നും കട്ടിലപ്പടിയിൽ നിന്ന് പോയ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി അത് വിറ്റ സ്ഥലത്തുനിന്ന് ബാംഗ്ലൂരിൽ നിന്ന് അവിടെ നിന്ന് 400 ഗ്രാം എന്ന് പറയുന്നത് 476 അല്ലെങ്കിൽ 78 ഗ്രാം ആണ് അവിടെ കൊടുത്തതെന്നാണ് പ്രാഥമികമായി വന്ന വാർത്തകൾ. അതുകൊണ്ട് അവിടുന്ന് സ്വർണത്തിന്റെ കട്ടിയായിട്ട്, ഒറിജിനൽ സ്വർണത്തെ കട്ടിയായിട്ട് 400 ഗ്രാം റിക്കവർ ചെയ്തു എന്നും വാർത്ത വരുന്നുണ്ട്. എന്നാലും 476 അല്ലെങ്കിൽ 78 ഗ്രാം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ടെന്ന് സമ്മതിച്ചു. ആ സ്ഥലത്തെ കണ്ഠരര് മോഹനര് ശബരിമല തന്ത്രി അവിടെ ഒരു പൂജയ്ക്കും ചെന്നു എന്ന്
ആ സ്വർണ്ണക്കടയുടെ ഉടമസ്ഥൻ സമ്മതിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അത് സമ്മതിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിലെ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിലെ കീഴ്ശാന്തി ആയിരിക്കുന്ന സന്ദർഭത്തിലായിരുന്നു ഈ ബാംഗ്ലൂരിലെ ബെല്ലാരിയിലെ സ്വർണ്ണക്കടക്കാരനുമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുപ്പം. അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഇപ്പം 176 ഗ്രാം സ്വർണം കണ്ടെടുത്തിട്ടുണ്ട്. റോധം ജൂവൽസിന്റെ ഉടമ ഗോവർദ്ധന്റെ പക്കൽ നിന്ന് 400 ഗ്രാമോ 476 ഗ്രാമോ കണ്ടെടുത്തിട്ടുണ്ട്. ചെന്നൈയിലെ അവിടെ പങ്കജ് ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻ്റെ അവിടെ നിന്ന് വേർപെടുത്തിയെടുത്ത സ്വർണം അതും കണ്ടെടുക്കേണ്ടതുണ്ട്, കണ്ടെടുത്തിരിക്കാം എന്ന് കരുതുന്നു. പക്ഷെ അവർ കൂലിയായിട്ട് വാങ്ങിച്ച 109 ഗ്രാം സ്വർണം അത് SIT കണ്ടെടുത്തിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഈ കാലഘട്ടത്തിലെ 2019 ഈ 2 ദാരുശില്പത്തിൽ നിന്നും അതുപോലെ കട്ടിലപ്പടിയിൽ നിന്നും അടിച്ചുമാറ്റിയ സ്വർണത്തിന്റെ റിക്കവറി ഏകദേശമൊക്കെ നടന്നിട്ടുണ്ട്. ഇനി അത് വെളിയിൽ കൊണ്ടുപോയി ഇത് ചെയ്യാൻ അനുമതി കൊടുത്ത മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം മേലധികാരികളുടെ സമ്മതത്തോടെ മാത്രമാണ് അത് കൊടുത്തത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡ് അന്നത്തെ പ്രസിഡന്റുമാരെ അനുമതിയില്ലാതെ പുറത്തു പോവില്ല. അതുകൊണ്ട് ഗൂഢാലോചനയിൽ അവരുമുണ്ട്. അവരെയും ഈ കേസിലേക്ക് അറസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അത് 30-ാം തീയതിക്കകം ഉണ്ടാകും എന്നും കരുതുന്നുണ്ട്. ഈ ഒരു സംഭവത്തിന് ശേഷം കൂടുതൽ 6-7 പേരെയും കൂടെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. കള്ളമാസ്റ്റർ എഴുതി ഒപ്പിട്ട ആളെ തീർച്ചയായിട്ടും ചെമ്പ് ആണ് എന്ന് പറഞ്ഞ് അതിനകത്ത് 2 സാക്ഷികളുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആളാണ് എന്ന് പറയുന്നുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആ 2 പേരെയും അറസ്റ്റ് ചെയ്യണം. റിക്കവർ ചെയ്ത സ്വർണങ്ങൾ 24 കാരറ്റ് ആണോ 22 കാരറ്റ് ആണോ അതൊക്കെ കോടതിയിലെ ഗോൾഡ് സ്മിത്ത് പരിശോധിക്കും. കാരണം അതിൻ്റെ മാറ്റ് അറിയേണ്ടിയിരിക്കുന്നു. കണ്ടെടുത്ത സ്വർണം യഥാർത്ഥ മാറ്റിലുള്ളതാണോ എന്നൊക്കെയുള്ള ഒരു പരിശോധന SITയിലെ ഉദ്യോഗസ്ഥന്മാർ നടത്തും. അതിനുശേഷം മാത്രമായിരിക്കുള്ളൂ അത് കോടതിയിൽ ഹാജരാക്കുന്നത്. എങ്കിലും ഈ ശബരിമലയിലെ ഈ തൊണ്ടി സാധനങ്ങൾ 2019 നഷ്ടപ്പെട്ടത് മാത്രമാണ് ഈ അന്വേഷണത്തിന്റെ പരിധി വന്നത്. അത് കണ്ടെടുക്കുന്നതും അതിനു മുമ്പ് തട്ടിച്ചതും അതിനുശേഷം തട്ടിച്ചതുമൊക്കെ ഇനി പിന്നാലെ വരും. അതിന് പ്രത്യേക ഒരു അന്വേഷണത്തിന്റെ ഓർഡർ ഹൈക്കോടതിയുടെ അവിടുത്തെ രജിസ്ട്രിയിൽ നിന്നുണ്ടാവും. അത് ഈ ടീം തന്നെ ആയിരിക്കാം അന്വേഷിക്കുന്നത്. കാരണം ഇത്രയും അന്വേഷണം നടത്തിയത് കൊണ്ട് ശബരിമല 1998 മുതൽ അവിടെ സ്വർണം പൂശി വന്ന അന്ന് മുതൽ 2029 ഈ ഓഗസ്റ്റ് കഴിഞ്ഞ അല്ലെങ്കിൽ സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ വരെ അവിടുന്ന് സ്വർണം പോയ കണക്കുകൾ SITക്ക് വേണ്ടി വരും, അല്ലെങ്കിൽ പുതിയ അന്വേഷണ ടീമിന് വേണ്ടി വരും. എന്തായാലും അടുത്ത 2 പേരിലേക്കുള്ള അറസ്റ്റിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്.